എനിക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരണം. ഞാൻ അതിനുവേണ്ടി ഒരുപാട് അടിയൊക്കെ കൊണ്ട് എൻ്റെ വീട്ടിലൊക്കെ വിളിച്ചപ്പോൾ വീട്ടുകാരൊക്കെ തിരിച്ച് വാന്നാ പറയുന്നത്. ഞങ്ങൾക്കിടയിൽ ഇപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ എന്നാണൊന്ന് നല്ലപോലെ തീർന്ന് പണ്ടത്തെ പോലെ ഒരു ഓക്കെ ആവാന്നുള്ളത് അറിയോ? അങ്ങനെ ഗൈസ് ആഷിയും ജാസിയും തമ്മിൽ അടിച്ച് പിരിഞ്ച് എങ്ങനെയെങ്കിലും ആഷിയെ എനിക്ക് തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ജാസി ഒരു കൂടോത്രം ചെയ്യാൻ വേണ്ടി ഒരു ഉസ്താദിനെ വിളിച്ച ഒരു വോയിസ് ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. അതൊന്നും കൂടാതെ കുറേ നഗ്ന സത്യങ്ങൾ നമ്മൾ ഇന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പോവാണ് കേട്ടോ. അതായത് ഗൾഫിൽ വെച്ച് ഇവർ തമ്മിലുണ്ടായ തല്ലും, അതുകൂടാതെ ഇനി അങ്ങോട്ട് ഒരിക്കലും ദുബായിലോട്ട് ജാസിക്ക് തിരിച്ചു പോകാൻ കഴിയില്ല എന്നുള്ള നഗ്ന സത്യമൊക്കെ ഈ വീഡിയോയിലുണ്ട്. ഓക്കെ, നമുക്ക് കാണാം. ഞങ്ങൾ നിലമ്പൂർ ഒരുമിച്ച് പോകുന്നുള്ളത് നോക്കാൻ വേണ്ടിയായിരുന്നു. അത് നോക്കിയോ? എൻ്റെ ഉമ്മാൻ്റെ പേര് ആയിഷ എന്നാണ്, എൻ്റെ ഉമ്മാൻ്റെ പേര് സൈനബ എന്നാണ്. നോക്കി പറയോ എന്താണ് കിട്ടിയതെന്ന് പറയോ? പോകുന്നാണോ പോകൂലെന്നാണോ ഉസ്താദിന് കിട്ടിയത്? ഞങ്ങൾക്കിടയിൽ ഇപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ എന്നാണൊന്ന് നല്ലപോലെ തീർന്ന് പണ്ടത്തെ പോലെ ഒരു ഓക്കെ ആവാന്നുള്ളത് അറിയോ? മുന്നോട്ട് പോണ കാണുന്നില്ല, ബന്ധം മുറിയണ പോലെ കാണണം കേട്ടോ. ഓ, സമാധാന സന്തരീഷേട്ടനായി എന്നുള്ളതാ. അതായത് ഏതോ ഒരു ഉസ്താദിനെ വിളിച്ചിട്ടാണ് കാര്യം ചോദിക്കുന്നത്. ഭാവി പ്രവചിക്കുകയാണ് കേട്ടോ. അതായത് ഒരു അന്ധവിശ്വാസം അവിടെ പ്രവചിപ്പിക്കാൻ പോവുകയാണ് ജാസി. ആഷി ഇപ്പൊ എന്നോട് വലിയ സ്നേഹമൊന്നുമില്ല, അന്തോട് പ്രശ്നമുണ്ട്, നല്ല സ്നേഹം ഉണ്ടായിരുന്നാണ്, ഇനി അത് മുന്നോട്ട് പോവോ, അവൾ നിന്നിട്ട് പോവോ എന്നാണ് ചോദിക്കുന്നത്. ഉസ്താദ് നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. ഇല്ല മോളെ, അവൻ പോവെന്നെയ്യോ, സോറി ഇല്ല മോനെ, ഓൻ പോവെന്നെയ്യോ എന്നുള്ളത് തുടർന്ന് കേൾക്കാം. എന്താണ് എന്റെ ഉസ്താദെ പറയണത്? ഒന്ന് നല്ലപോലെ നോക്കി പറയോ? അപ്പോൾ നേരത്തെ ഉസ്താദ് പറയുന്നത് മുന്നോട്ട് എന്ന്. അവന്റെ മനസ്സിൽ എന്താണുള്ളത് അറിയാൻ പറ്റുമോ? അപ്പോ മുന്നോട്ട് പോകൂലെന്നേ ഞാൻ ടൈപ്പ് ചെയ്യായിരുന്നു, അപ്പൊ അത് മുഴുവനാവാത്തത് കൊണ്ട് അങ്ങനെ വന്നത്. എന്താ അറിയില്ല, അത് മുന്നോട്ട് പോവാത്തതാണ് കാണുന്നത് കേട്ടോ. ഇതിപ്പോ മുന്നോട്ട് പോകാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്ന് പറയോ? അതെല്ലാം ചെയ്യാം. അത് മുന്നോട്ട് പോവാന് പിന്നിന്ന് ആരെങ്കിലും തള്ളി കൊടുത്താൽ മതി, നല്ല മുന്നോട്ട് പോയിക്കോളും, അത്ര തന്നെ. അല്ലെങ്കിൽ ഏതെങ്കിലും കയറ്റത്ത് കുന്തി കയറ്റി നിർത്തുക, എന്നിട്ടാണ്ട് തള്ളി കൊടുത്താൽ മതി. അപ്പൊ ഫ്രണ്ടിക്ക് നന്നായിട്ട് മുന്നിക്ക് പോയിക്കോളും കേട്ടോ. എന്നാലും ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളും വെച്ച് നടക്കുക, ഇതിന്റെ പിന്നിൽ വലിയ വലിയ കാര്യങ്ങൾ ഒരുപാടുണ്ട് എന്നുള്ളതാണ്. ഈ ഉസ്താദിന്റെ മുഴുവൻ ഈ തമാശ ഒന്ന് കേട്ടതിന് ശേഷം നമുക്ക് പറയാം. അവന്റെ മനസ്സിൽ ഇപ്പോ എന്തെങ്കിലും ഉണ്ടോ? വേറെ ആരെങ്കിലും വന്നോ? അതെന്തെങ്കിലും അറിയാൻ പറ്റുമോ? ഉസ്താദ് നല്ല സ്നേഹമായിരുന്നു. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എന്തോ ഒരു മാറ്റം ഫീൽ ചെയ്യണ പോലെ തോന്നുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്. മുന്നോട്ട് പോലെന്നത് ഉറപ്പാണോ ഉസ്താദെ? അത് അങ്ങനെയാണ് കാണുന്നത്. ഇത് എവിടെ നോക്കിയിട്ടാണോ അത് അങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത്. അതായത് വല്ല മഷിയൊക്കെ ഇട്ടിട്ടുള്ള പരിപാടി നിന്ന് പണ്ട് എന്തെങ്കിലുമൊക്കെ കാണാതായപ്പോ മഷിയൊക്കെ ഒരയ്ക്കും ഒരു വെറ്റിലയില്, അപ്പൊ ഒക്കെ കാണാന്നുള്ള ഒരു മണ്ടത്തരം ഉണ്ടായിരുന്നല്ലോ. അതേപോലെ തന്നെ ഇത് എവിടെ നോക്കിയിട്ടാണ് ഉസ്താദ് നിങ്ങൾ കണ്ടെത്തുന്നത്? നല്ല സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോയിരുന്ന അത്രേ. അതിന്റെ ഇടയിൽ എന്തോ ഒരു ചീറ്റൽ ഉണ്ടായി എന്നുള്ളതാ. പണ്ടത്തെ ഒരു ചീറ്റൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ. ഒരു കൊറോണ അടക്കം മുന്നേ ഒരു തമ്മിൽ തല്ലും, ഒരു ക്ലാഷും, ഒരു ഇടിയും, കുറെ ഇസ്തിരിപ്പെട്ടിട്ട് അടി കിട്ടി തോന്നുന്നു. അങ്ങനെ കുറെ സാധനങ്ങൾ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. ഇതിലിപ്പോ എന്താ ഉണ്ടായിന്ന് അറിയില്ല. എന്തായാലും കേൾക്കാൻ നല്ല രസമുണ്ട്. ഉസ്താദ് നല്ല മൂഡിലാ തോന്നുന്നത്. ഉസ്താദെ പിന്നെ ഒരു ചെറിയ തെറ്റുണ്ട്. അവന്റെ ഉമ്മാന്റെ പേര് ആയിഷ എന്നല്ല, ആസിയ എന്നാണ് അത്രേ. ആസിയ. എന്റെ ഉമ്മാന്റെ പേര് സൈനബ. അപ്പൊ ഒന്ന് നോക്കിട്ട് പറയോ? ആയിഷ അല്ല, ആയിഷ കേട്ടോ, ആസിയ. ഒന്ന് ഇപ്പൊ ഒന്ന് നോക്കിട്ട് പറയോ പ്ലീസ്? ഉസ്താദിന്റെ മനസ്സിൽ സമാധാനത്തിനാണ്, ഒന്ന് പറയൂ പ്ലീസ്. പറഞ്ഞത് ആയിഷ അല്ല, ആസിയ ആണ് അവന്റെ ഉമ്മാന്റെ പേര്. അവന്റെ ഉമ്മാന്റെ പേര് ആസിയ, അവന്റെ പേര് ആഷിഖ്. എന്റെ ഉമ്മാന്റെ പേര് സൈനബ, എന്റെ പേര് ജാസി. അത് ഇനി വീണ്ടും ഒന്നും കൂടി ഏറ്റവും അടുക്കും, പിന്നെ ലാസ്റ്റ് പിന്നെ മറ്റേ ഒഴിവാക്കണതാണ് കാണുന്നത്. അഡ്രസ് വെച്ചിട്ട് തന്നെ നോക്കി കേട്ടാ. ചിലപ്പോ ഒന്നും കൂടി ചാൻസ് ഉണ്ട് പഴയ പോലെ ആവാന്. പിന്നെ എന്നേക്കുമായിട്ട് വിടും.
ഓ രക്ഷപ്പെട്ട് ഓൻ കഴിച്ചില്ലായി എന്നല്ലാതെ എന്താ പറയാ. എന്തെങ്കിലുമൊക്കെ നോക്കുവാറ് ഉസ്താദ് ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്ത് സംഭവം? പിന്നെ കേട്ടാ അഡ്രസ്സും പേരൊക്കെ നോക്കിയിട്ടാണ് ഞാൻ നോക്കിയത്. ഇത് എവിടെ നോക്കണ്? ഇത് ഇസ്ലാം മതപ്രകാരം എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്? എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് ഇമ്മാതിരി സാധനങ്ങളൊക്കെ കേൾക്കണത്. അതായത് മഷിയിട്ട് നോക്കുന്ന, അതേപോലെ കബഡി നിരത്തി നോക്കുന്ന സംഭവം എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ട്. ഇവിടെ ഉണ്ട് കുറെ അന്ധവിശ്വാസങ്ങൾ. ഇതേ അന്ധവിശ്വാസം അതിലും ഉണ്ടാ? ചിരിപ്പിക്കടയിൽ പോണ. എന്തായാലും നന്നായിട്ട് സ്നേഹിക്കും, വീണ്ടും ഒന്ന് അടുക്കും, പിന്നെ ഒരൊറ്റ പോക്ക് ഒരു പോക്ക് പോകുന്നുള്ളതാ. മിക്കവാറും നമ്മളിത് അധികം വൈകാതെ കാണേണ്ടി വരുന്ന തോന്നുന്നത്. പല ഇന്റർവ്യൂ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവരുടെ സ്വന്തം വീഡിയോ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആഷിക്ക് മിണ്ടാൻ ഒരു വോയിസ് പോലും ജാസി കൊടുക്കാറില്ല. ജാസി ഫുൾ അങ്ങോട്ട് കേറി അങ്ങോട്ട് മെയ്യും. ആഷി എന്തെങ്കിലും പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കഥ. അതിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വീടിന്റെ ഇടയിലുണ്ട്, കാണിച്ചു തരട്ടാ. അങ്ങനെ എന്നെ ഒഴിവാക്കി പോവാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഞങ്ങൾ പറ്റ ഒഴിവാക്കുകയാണെങ്കിലും അതിനുള്ള കാരണം എന്തേക്കാരും എന്റെ അടുത്തുള്ള കാരണമാണോ അതോ അവന്റെ അടുത്തുള്ള കാരണമായിരിക്കും ഉണ്ടാവും അവസ്ഥ? അതൊന്ന് പറഞ്ഞിട്ട് അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് പോവോ? എന്റെ അടുത്തുനിന്നൊരു കാരണം ഉണ്ടായിട്ടല്ല, അവന്റെ മനസ്സിനൊരു മാറ്റം വരേണ്ടതാണത്. ഇപ്പൊ എന്റെ അവസ്ഥ അതൊന്നും ചെയ്യാൻ പോവാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഓൻ പോവാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ മുട്ടയില്ലേ, മുട്ടയിൽ ഒരു കൂടോത്രം ചെയ്ത് അവിടെ വെച്ചാൽ മതി. അപ്പൊ ഓൻ പോവില്ല. എന്തായാലും കൊള്ള, ഉസ്താദും കൊള്ള, ജാസിയും കൊള്ള. കൂടോത്രം. അപ്പൊ അതാണ് പരിപാടി. കൂടോത്രം ചെയ്തിട്ടെങ്കിലും ആഷിന്റെ കയ്യിൽ നിന്ന് പോരുത്. എന്തുകൊണ്ടാണ് ഇപ്പൊ ഇവർക്ക് ഈ പേടി വരാനുള്ള കാര്യം എനിക്ക് മനസ്സിലായ? അതന്നെ, ആഷിക്ക് നിലവിലുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവുമല്ലോ. പണ്ടത്തെ ഒരു വീഡിയോ, ഒരു എക്സ്പ്ലനേഷൻ സാധനം ഉണ്ട്. നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഞാൻ കേൾപ്പിച്ചു തരാം. ആഷിയുടെ അന്നത്തെ അതേ അവസ്ഥ തന്നെയാണ് ഇന്നും. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നണത് എന്താണെന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരണം. ഞാൻ അതിനുവേണ്ടി ഒരുപാട് അടിയൊക്കെ കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ വീട്ടുകാരൊക്കെ തിരിച്ച് വാന്നാ പറയണത്. പിന്നെന്താ, ഈ റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ അതുവരെ കണ്ടത്. പിന്നെ അവൻ പറഞ്ഞ് എൻ്റെ കൂടെ അങ്ങനെ നിൽക്കണം, അങ്ങനെയാണ് അവൻ്റെ ഒരു വാക്കുകൊണ്ടും പിന്നെ അവൻ്റെ ഒരു ഇതിനു കൊണ്ട് നിൽക്കുന്നത്. എല്ലാ വീഡിയോസും കണ്ട ഗൈസിന് അറിയാം, ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത വീഡിയോസാണ് എല്ലാം. അറിയാലോ, അത് ഞാൻ പറഞ്ഞല്ലോ. അതായത് ഇപ്പോഴത്തെ വീഡിയോസിന്റെ അവസ്ഥ അതന്നെയാണ്. ഇവനൊന്നും മിണ്ടാൻ പോലും അവസരം കിട്ടുന്നില്ല എന്നുള്ളതാ. മിണ്ടാൻ പറ്റുന്നില്ല. അതിന്നൊക്കെ മനസ്സിലാക്കാൻ ട്രാപ്പ് വേറെ എന്ത്. കൂടുതൽ ആക്ട് ചെയ്യാൻ നടക്കാറില്ല. ഒരു ഷോപ്പിൽ പ്രൊമോഷൻ ചെയ്തിരിക്കുകയാണ്. ആ പ്രൊമോഷന് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോക്ക് നിൽക്കുന്നതടക്കം. ഓക്കെ, പ്രൊമോഷൻ കൊണ്ട് ഞാൻ ആ വീഡിയോക്ക് നിൽക്കുന്നതടക്കം. പിന്നെന്താ, എനിക്ക് വേറെ ജോബൊക്കെ കിട്ടി ഞാനൊക്കെ സെറ്റായി നാട്ടിൽ പോയിട്ട് വരാറുമ്പോൾ ഇവ എന്നെ നാട്ടിലേക്ക് വിടില്ല. എൻ്റെ പാസ്പോർട്ടൊക്കെ വാങ്ങി വെച്ച് ഭയങ്കര ബ്ലോക്കിങ്. അപ്പോൾ ഒരു ഹെൽപ്പിന് വേണ്ടി തന്നെ നന്ദിനി റെഡ്ഡി പറഞ്ഞ പെൺകുട്ടിനെ പോയി കണ്ട് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാം നല്ല രീതിയിൽ. ഹെൽപ്പ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ ഇവിടെ കണ്ടിട്ട് കൈസ് ഇവിടെയൊക്കെ ഭയങ്കര പെയിനാണ് കണ്ടത്. അതൊക്കെ കടിച്ച പാടാണ്. ഇതെന്നെ കടിച്ച് മൊബൈലിൽ ഇത് വെച്ച് കുത്തിയതാണ്. പിന്നെ ഇതൊക്കെ അടിക്കുമ്പോൾ വലുത് നെഗപ്പാടാണ് ഗൈസ്. പിന്നെന്താ, സത്യം പറഞ്ഞാൽ 3 മിനിറ്റ് ഉള്ളൂ വീഡിയോ. അതിൽ ഫുള്ളായി സംസാരിക്കാൻ പറ്റില്ല. ഞാൻ അടുത്ത എന്തായാലും ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ഓക്കെ, ഇവനെ ട്രാപ്പ് ചെയ്ത് ലോക്കാക്കി. ഇവന് പോവാൻ കഴിയാത്ത രീതിയിൽ ജാസി അവനെ ലോക്കാക്കി എന്നുള്ളതാണ്. ഇവന്റെ പാസ്പോർട്ട് പോലും പിടിച്ചു വെച്ചു എന്നുള്ളതാ. എങ്ങനെയുണ്ട്? അപ്പൊ എപ്പടി ഇറുക്ക് ഇങ്ങനെ പല പാസ്റ്റും പല ആളുകൾക്ക് അറിയില്ലല്ലോ. അപ്പൊ പാസ്റ്റ് ഒക്കെ കിട്ടിയപ്പോ നിങ്ങൾക്ക് സുഖമായിട്ട് മനസ്സിലാവുണ്ടല്ലോ. അതായത് ഇപ്പോഴും ഇത് തന്നെയാവും അവസ്ഥ. എന്തൊക്കെയാണ് തുറന്നു പറഞ്ഞത് നിങ്ങൾക്ക് അറിയില്ലല്ലോ. കാണിച്ചു തരാം. എന്തായാലും നന്ദിനി റെഡ്ഡി എന്ന് പറയുന്ന ഒരു സുഹൃത്തുമായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരുമോ നന്ദിനി എന്ന് ചോദിച്ചപ്പോ അവരിടപെട്ടപ്പോ എന്തായി, ജാസിക്ക് അത് പിടിച്ചില്ല എന്നുള്ളതാ. പിന്നെ അവിടെ കൈയും കാലും അടിയും കുത്തും അതും ഇതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം അവസാനം കൈയും കാലും പിടിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ വീഡിയോ തിരുത്തിയിട്ടൊരു സാധനം വന്നു എന്നുള്ള. ഇപ്പൊ അടുത്ത് ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ ജാസി പറഞ്ഞൊരു വേർഡ് ഉണ്ട്. അതായത് നന്ദിനി റെഡ്ഡിനെ ഞാൻ എവിടെ കണ്ടാലും വെടിവെച്ച് കൊല്ലുന്നുള്ളത്. അത്രക്ക് ദേഷ്യമാണ് എനിക്ക് ആ സ്ത്രീയോട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ആഷിയുടെ ഉമ്മക്ക് ഇവരോട് എത്ര ദേഷ്യം ഉണ്ടാവും ഈ ജാസിയോട്? പെറ്റുമ്മക്ക് ഉണ്ടാവണ ദേഷ്യത്തിന്റെ അപ്പുറത്തേക്ക് ഒന്നുമല്ല എന്നുള്ളതാണല്ലോ. എന്തായാലും ആ സമയത്ത് ആഷിയുടെ ഉമ്മ സംസാരിച്ചതൊന്ന് കേട്ടു നോക്കി. നന്ദിനി റെഡ്ഡിയോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാ കേക്കി. പിന്നെ അവനക്ക് ആ ഒരു പഴയപ്പെട്ട് കിടക്കണേ. എങ്ങനെയെങ്കിലും അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. എന്നെ കൊണ്ടെന്ന് പറയാൻ ദുബായിക്ക് പറഞ്ഞില്ല. ഞങ്ങളുടെ കുടുംബം എന്തായാലും എന്റെ കുട്ടീനെ എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടിയാൽ മതി. ആ നായിന്റെയും പെട്ട എന്റെ കുട്ടി വല്ലാണ്ട് ഇടങ്ങറായിരുന്നു. ഞങ്ങൾ വിളിച്ചിട്ട് കിട്ടണില്ലേ. ഞാൻ എന്താ കണ്ടിട്ട് ഫോണ് സമയം കൊടുക്കണില്ല. ആ നായി എടുക്കണില്ല. എപ്പോഴാണ് സംഭവം എനിക്ക് അവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല മോളെ. ഞാൻ ഇവിടുന്ന് എന്താ മോളെ കാട്ടുക? ആലോചിച്ച് നോക്കൂ. കേട്ടില്ലേ?
ഉമ്മ പറഞ്ഞു കേട്ടങ്ങൾ ഇന്റെ മോനെ അവിടെ പിടിച്ചു വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഈ കുട്ടീനോട് പറഞ്ഞ ഇടപെടൽ നടത്തിയതിന്റെ ശേഷം അത് ഡീൽ ചെയ്തതാ. ആ ഡീല് ചെയ്തത് പിന്നെയും പാസ്പോർട്ടൊക്കെ പിടിച്ചു വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ഒക്കെ ചെയ്തിട്ട് കൈയും കാലും പിടിച്ചിട്ട് വേറെ എന്തൊക്കെയോ പിടിച്ചിട്ട് എന്താക്കി മാറ്റി, ഇതാക്കി മാറ്റി. കാരണം ജാസി ആശിയായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ കുറെ നാളുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇത് ജാസിനെ ഡയറക്റ്റ് അറിയിക്കാതെ ആശിനെ ഇവിടെ നാട്ടിൽ കയറ്റി വിടാൻ ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞപ്പോൾ അവൻ ജസ്റ്റ് ഒന്ന് അഗ്രസീവ് ആയതാ, അല്ലാതെ പിന്നെ രണ്ടുപേർക്കും ദേഷ്യം കാരണം എന്തൊക്കെയോ കാണിച്ചു കൂട്ടി, അത്രേ ഉള്ളൂ. അല്ലാതെ തെറ്റിദ്ധരിക്കുന്ന പോലെ ഗൈസ്. ഈ ഒരു സംഭവത്തിന്റെ ഇടയിലും ആഷി ബാക്കിൽ നിന്നിട്ട് പെട്ടുപോയി, ഇത് ഊരാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ ഒരു എക്സ്പ്രഷൻ ഇട്ട് നിങ്ങൾക്ക് കാണാല്ലേ. ഓക്കെ, രണ്ടാമത്തെ കട്ടിങ്. അപ്പൊ ഇതവര് 3 പേരും ചക്സാണ്. അപ്പോൾ എന്തായാലും ഈ വിഷയങ്ങൾ ഇതിപ്പോൾ ഇവിടെ തൽക്കാലം തീർന്നുണ്ട്. കഴിഞ്ഞ് ദയവ് ചെയ്ത് ഇതിന്റെ പേരിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് നാട്ടിലൊന്നും പല ടിക്ടോക്കിലിന്റെ അപ്പുറത്തേക്ക് യൂട്യൂബിലൊക്കെയാണ് ഇത് ഭയങ്കര ചർച്ചാ വിഷയമായത്. ഞങ്ങളെ കൈവിട്ട് പോയ രീതിയിൽ, കാരണം അവിഹിതം പിടിച്ചു, അത് പിടിച്ചു, ഇത് പിടിച്ചു, എന്തൊക്കെ ജാസിക്ക് അടി കിട്ടി, ആഷിക്കിനെ നാട്ടുകാർ വളഞ്ഞിട്ട് തല്ലി, ദുബായിൽ ആഷിക്കിനെ എടുത്ത് തല്ലി, നന്ദിനി അവനെ കല്യാണം കഴിക്കാൻ പോവാണ്, ഭയങ്കര പ്രശ്നങ്ങൾ. അപ്പൊ ഇതൊക്കെ ഇവിടെ സോൾവ് ചെയ്തു, എല്ലാം ക്ലീൻ ആൻഡ് സ്ലോളർ ചെയ്തതിന്റെ ശേഷം പിന്നെ എന്തിനാ ഇന്റർവ്യൂവിന്റെ ഇടയിൽ വന്നിട്ട് വീണ്ടും അത് കുത്തിപ്പൊക്കിയത്? അതുകൊണ്ടല്ലേ നന്ദിനി റെഡ്ഡി ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വീണ്ടും കുത്തിപ്പൊക്കിയത്? അതുകൊണ്ടല്ലേ ഇതിപ്പോ ഒരു കണ്ടന്റ് ആയിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തിയത്? നിങ്ങൾ കേട്ടല്ലോ, കണ്ടല്ലോ. ഇതാണ് പണ്ട് എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയടേ. അതൊക്കെ ചെയ്തതിന് ശേഷം വീണ്ടും വന്നിട്ട് ഇപ്പത്തെ ഇന്റർവ്യൂകളിൽ ഇരുന്നിട്ട് കൊണക്കുക. നല്ല കൊണ, അടിപൊളി കൊണ. ഓക്കെ, കൊള്ളാം. എന്തായാലും ഇപ്പൊ അടുത്ത് വന്നൊരു ഇന്റർവ്യൂവില് ആഷിയെ കുറിച്ചിട്ട് ജാസി പറഞ്ഞൊരു വാക്കുണ്ട്, അതൊന്ന് കേൾപ്പിച്ചുതരാം. ഈ ഒരു ജന്മം വേണ്ടിയിരുന്നില്ല എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ ആശുപത്രി പെൺകുട്ടിയെ കല്യാണിച്ച ഉറപ്പായിട്ട് ഇതേപോലെ മുൻചൊല്ലി കുട്ടിയെ കിട്ടത്തില്ലേ പറഞ്ഞ സങ്കടം. എനിക്കറിയാം, അക്സെപ്റ്റഡ് ആണ് ആ കാര്യത്തിൽ. പൊന്നെ, അത് കേൾക്കുമ്പോഴും കാണുമ്പോളാ. അങ്ങനെയാണെങ്കിൽ ആ ചെക്കനോട് ഒഴിവാക്കി കൊടുത്തൂടെ? ആ ചെക്കന്റെ അമ്മ പറഞ്ഞ സൗണ്ടുകൾ കേട്ടില്ലേ? എന്റെ പൊന്നു ജാസി, അവനൊരു പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിച്ച് നല്ലപോലെ ജീവിച്ചു പോകേണ്ട ഒരു സംഭവത്തിനെയാണ് നിങ്ങൾ എല്ലാവരും ചേർന്നിട്ട് കൊളാക്കിയിട്ട്, നിങ്ങളെല്ലാവരല്ല, നീ ഇടപെട്ടൽ നടത്തിയിട്ട് ആ ഒരു പയ്യന്റെ ലൈഫ് ഈ ഒരു രീതിയിലാക്കിയത്. ആ പയ്യനെ വീട്ടിൽ പോലും കയറ്റാത്ത രീതിയിലാക്കിയില്ലേ? ഇതാണ്. എന്നിട്ടോ രസകരമായ കാര്യങ്ങൾ ഇതൊന്നല്ല. ഇപ്പൊ ഫസ്റ്റ് നിങ്ങൾ കേട്ടല്ലോ കൂടോത്രം. ഇത് ഇസ്ലാമിന് നിരക്കാത്ത കാര്യങ്ങൾ. അങ്ങനെ കൂടോത്രം കാര്യങ്ങളൊന്നും ആ മതപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനുവദനീയമായിട്ടുള്ള ഒരു കാര്യമില്ല, അങ്ങനെ ചെയ്യുക പോലും ഇല്ല എന്നുള്ളതാ. അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് അടുത്ത കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്ത് പറയുകയാണെങ്കിലും ദീനിയെ പിടിച്ചിട്ടുള്ള കളി, ഇസ്ലാം പരമായിട്ടുള്ള പല കാര്യങ്ങളും പിടിച്ച് പറയുന്നു. അതേപോലെ തന്നെ നബിയെ കുറിച്ചിട്ടൊരു കാര്യം പറയുന്നു. അതായത് നബി എല്ലാവരെയും ചേർത്ത് വെക്കുന്ന ഒരാളാണ്, എന്നെയും ചേർത്ത് വെക്കും, ഇത് ഞാനും അള്ളാഹുവും തമ്മിൽ തീർക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതിന് കൃത്യമായ കാര്യങ്ങൾ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്, അതൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. എന്നിട്ട് ന്യായീകരണങ്ങളുമായിട്ട് വരുമ്പോഴാണ് കോമഡി. ഒക്കെ എന്ത് ആവട്ടെ, ഇപ്പൊ ഇതാണ് അവസ്ഥ. ആഷിക്ക് ആഷിയുടേതായ ലൈഫ് ഉണ്ട്. ആ ലൈഫ് നിങ്ങൾ പിടിച്ചു വെച്ചതുപോലെ തന്നെയാണ്. പഴയ വീഡിയോസ് നോക്കുകയാണെങ്കിലും ഇപ്പോഴത്തെ വീഡിയോസ് നോക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് മനസ്സിലാവുന്നത്. പല വീഡിയോയിലും ആഷിക്ക് സംസാരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അവിടെ പിടിച്ചു വെക്കുന്നത് പോലെയാണ് എനിക്ക് അങ്ങനെ മനസ്സിലായിട്ടുള്ളത് കേട്ടോ. പലതും കാണുമ്പോൾ അങ്ങനെ തോന്നുന്നത്. എന്തായാലും നന്ദിനി റെഡ്ഡി പഴയ കുറെ വീഡിയോസ് ഇതാ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നുമില്ല, ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഇനി ചില ആളുകളുടെ ഡൗട്ടാണ്, ഇതൊരു അസുഖമാണ്, അതായത് ഇപ്പോൾ സ്ത്രീയുടെ ഒരു മനസ്സും പുരുഷന്റെ ശരീരമായി ജനിക്കുന്നത് ഒരു പ്രശ്നമല്ല, അതൊരു അസുഖമാണ്, അതൊരു ഭയങ്കര സംഭവമാണ്, അത് മാറ്റാൻ പറ്റില്ല എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട്. ഇവന് നല്ല താടി മീശൊക്കെ ഉള്ള നല്ല അടിപൊളി പയ്യനാ. നിങ്ങൾ പഴയ വീഡിയോസ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും. നല്ല അടിപൊളി ഭയങ്കര ലുക്കൊക്കെ ഉള്ള നല്ല താടി മീശൊക്കെ ഉള്ള ഒരു പയ്യൻ. ആ ഒരു പയ്യന് പെണ്ണാവണം എന്നാണ് ആഗ്രഹം, അല്ലെ? ഇപ്പൊ പെണ്ണായി ജനിച്ചിട്ട് ആണാവാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് എന്താക്കും, ആണാക്കി മാറ്റാറുണ്ട്, അല്ലെ? വേണമെങ്കിൽ ആ വീട്ടുകാർക്കും അല്ലെങ്കിൽ ഇവർ തന്നെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ജാസി എന്ന ആണായിട്ട് തന്നെ തുടരാം. അവർക്ക് എടുക്കുന്ന അതേ ട്രീറ്റ്മെന്റിന്റെ കുറച്ച് ഇഞ്ചക്ഷനൊക്കെ കുറച്ച് ഹോർമോണൊക്കെ ഇവിടെ തന്നെ കുത്തിക്കയറ്റി കഴിഞ്ഞാൽ ഇത് ഇവിടെ ആവും. പക്ഷെ അറിയാം, എന്താ ചെയ്യാം, പല ആളുകൾക്കും പല താല്പര്യങ്ങളായിരിക്കുമല്ലോ. എന്തായാലും ദുബായിലോട്ട് പോകാനുള്ള ഒരു കാര്യം ഉണ്ടല്ലോ, അതെന്തായാലും ഇപ്പൊ മൂഞ്ചിക്കെടുക്കുകയാണ്. 6 മാസത്തിന്റെ ഉള്ളില് തിരിച്ചങ്ങോട്ട് കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വിസ റദ്ദായി പോകാനുള്ള സാധ്യതകളുണ്ട്. 8ന്റെ പണി കിട്ടിക്കെടുക്കുക. അവിടെ പോയിട്ട് ആൾമാറാട്ടം ചെയ്തതിനുള്ള പണിയാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെയും ആൾമാറാട്ടം തന്നെയാണ്. ട്രീറ്റ്മെന്റ് കഴിയുന്നത് വരെ ഈ രീതിയിൽ പോകേണ്ടി വരും. ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം ഇവരുടെ ജെൻഡറും കാര്യങ്ങളൊക്കെ മാറ്റി അത് പേപ്പറിലാക്കി നേരെ അവിടെ പോയി ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് നമ്മളൊരു നിൽക്കുന്നുണ്ട് ക്യാമറയുടെ മുന്നിൽ. ഇങ്ങനെ നിൽക്കുമ്പോൾ കണ്ണങ്ങണ്ട് സ്കാൻ ചെയ്യുമ്പോൾ ഫിംഗർ കണ്ട് സ്കാൻ ചെയ്യുന്ന സമയത്താണ് ജാസി ഈസ് എ മെയിൽ നോട്ട് എ ഫീമെയിൽ എന്നൊരു സാധനം എഴുതി കാണിക്കുക അവിടെ. അപ്പൊ വീണ്ടും പ്രശ്നം. 8ന്റെ പണിയാ.
അതായത് ദുബായ് പോലെയുള്ള രാജ്യങ്ങളിൽ ഇപ്പൊ ഇവരെ പോലെയുള്ള ആർക്കും പോവാം, ഒരു കുഴപ്പമുള്ള കാര്യമല്ല അത്. പക്ഷെ അവിടെ കുറെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളുടെ മുന്നിൽ എന്നും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇന്ത്യ മഹാരാജ്യത്ത് യാതൊരു പ്രശ്നവുമില്ല, എന്നിരുന്നാൽ പോലും പല പ്രശ്നങ്ങളും ഉണ്ട്. ചില ആളുകൾ ഒന്ന് കമന്റ് ഇടുന്നത് ഞാൻ കാണാറുണ്ട്. അതായത് നീ കുറെ ഈ കമ്മ്യൂണിറ്റിനെ അവഹേളിക്കുന്നത്. ഞാൻ ഏത് കമ്മ്യൂണിറ്റി അവഹേളിച്ചെന്നാ പറയുന്നത്? ഒരു കമ്മ്യൂണിറ്റി ഞാൻ അവഹേളിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ആണായി ജനിച്ച് പെണ്ണാവണമെന്ന് ആഗ്രഹിച്ച് പെണ്ണായതിനു ശേഷം ഇവിടെയുള്ള പെണ്ണുങ്ങളെ പോലും വളരെ മോശം എന്ന രീതിയിൽ പറയാൻ സാധ്യതയുള്ള രീതിയിലുള്ള വസ്ത്രങ്ങളും ധരിച്ചുകൊണ്ട് കുറെ കോപ്രായത്തരങ്ങൾ കാണിക്കുന്നതിന് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം നമുക്കുണ്ട് അമ്മയും പെങ്ങന്മാരും, അവരൊന്നും അങ്ങനെയല്ല നടന്നു പോകുന്നത് എന്നുള്ളതാ. അതായത് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഇങ്ങനെ വന്ന് ഇവിടെയുള്ള ഇതിപ്പോ പെണ്ണായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് വേറെ രീതിയിലുള്ള വസ്ത്രധാരണം ഒക്കെയാണ്. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പെണ്ണാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പുരുഷൻ പെണ്ണായി കഴിഞ്ഞാൽ അത് പെണ്ണാവണം, അല്ലാതെ കുറെ ഓവറായിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടുന്ന ഇഷ്ടം പോലെ കാണുന്നുണ്ട്. അതൊക്കെ എന്താണ് മനസ്സിലാവുന്നില്ല. സ്വാതന്ത്ര്യം എന്നൊരു കാര്യം എല്ലാവരിലും ഉണ്ട്, പക്ഷെ അത് മറ്റുള്ളവരെ അവഹേളിക്കുന്നത് ശരിയാണോ? അത് സ്വയം വിലയിരുത്തേണ്ടേ? അങ്ങനെയുള്ള ആളുകൾ, ചില ആളുകൾ കമന്റ് ഇടുന്നുണ്ട്. ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ആയ ആളുകളുണ്ട്, മാന്യമായ വസ്ത്രധാരണമായിട്ട് മാന്യമായ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നവര്. അവർക്ക് പോലും അപമാനകരമായിട്ടുള്ള പല രീതിയിലും വസ്ത്രം ധരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ, നമ്മുടെ വിഷയം അതല്ല. ഇവിടെ ജാസി എന്തായാലും കൂടോത്രം കാര്യങ്ങളൊക്കെ ചെയ്ത് ആഷിയെ പിടിച്ച് കുലിക്കാനുള്ള പരിപാടിയിലാണ്. പക്ഷെ ആഷി ഒരു ടൈം കഴിഞ്ഞാൽ പോവും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. കാരണം അയാളുടെ മനസ്സിനകത്ത് അത് അന്നും കിടക്കുന്നുണ്ട്, അത് എന്നും കിടക്കുന്നുണ്ടാവും. അതെങ്ങനെ തന്നെയാവും. വരാം പുതിയ വാർത്താവിശേഷങ്ങളുമായി. അതിലേക്ക് സന്ദീപ് ഇപ്പോൾ സൈനിങ് ഓഫ്.